നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. താനൂർ, വള്ളിക്കുന്ന്, കാസർഗോഡ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചു. താനൂരിൽ P. മുഹമ്മദ് സമീറും വള്ളിക്കുന്നിൽ CP മുസ്തഫയും കാസർഗോഡ് ഷാനവാസ് പാദൂരും മത്സരിക്കും. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ താനൂരിൽ നേരത്തെ നിശ്ചയിച്ച മന്ത്രി V. അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറിയതോടെ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. UDF പാളയത്തിൽ നിന്ന് ഒരാളെ എത്തിക്കാനായിരുന്നു CPM ശ്രമം. ഇത് വിജയിക്കാതെ വന്നതോടെ നേരത്തെ ലിസ്റ്റിലുണ്ടായിരുന്ന മുഹമ്മദ് സമീറിന് നറുക്കു വീഴുന്നു. പ്രവാസി വ്യവസായിയായ സമീർ താനൂർ ഓമച്ചപ്പുഴ സ്വദേശിയാണ്. പാർട്ടി അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളും ഇതിനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാൻ ക നടത്തിയ എല്ലാ വികസനങ്ങളും അതിന് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഞാൻ ചെയ്യും. വള്ളിക്കുന്നിലെ LDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് CP മുസ്തഫയെ തെരഞ്ഞെടുത്തു. മലപ്പുറം മുന്നിയൂർ സ്വദേശിയാണ് മുസ്തഫ. കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. LDFൽ INL സ്ഥാനാർത്ഥികളാണ് വള്ളിക്കുന്നിലും കാസർഗോഡും മത്സരിച്ചിരുന്നത്. MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസാണ് താനൂരിലെ UDF സ്ഥാനാർത്ഥി. വള്ളിക്കുന്നിൽ TV ഇബ്രാഹിമും കാസർഗോഡ് കല്ലട്ര മായിൻ ഹാജിയുമാണ് UDF സ്ഥാനാർത്ഥികൾ. അതേസമയം BJP ഉൾപ്പെടെയുള്ള ആരുടെ പിന്തുണയും സ്വീകരിക്കുമെന്നും മങ്കടയിൽ പൊതുസ്വതന്ത്രനായാണ് മത്സരിക്കുന്നതെന്നും മങ്കടയിലെ മുസ്ലിം ലീഗ് വിമത സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദും വ്യക്തമാക്കി. റിപ്പോർട്ടർ, മലപ്പുറം.